ഐസൺ, ഇന്ന് നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറിനെ വിജയ് കാണുമ്പോൾ 112 പേരുടെ പിന്തുണ കത്താണ് നൽകിയത്. ആ 112 എന്ന് പറയുമ്പോൾ വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതുകൊണ്ട് ഒരാളുടെ ഒപ്പല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 112 MLA-മാർ. ഗവർണർ കൃത്യമായ നിലപാടെടുത്തു. 118 MLA-മാരുടെ പിന്തുണയോടെ വരൂ, അവരുടെ കത്തോടുകൂടി വരൂ, ഞാൻ പിന്തുണയ്ക്കാം, അനുമതി നൽകാം. അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാൻ വേണ്ടി AIADMK-യിലേക്ക് കണ്ണുകൾ നട്ടിരിക്കുകയാണ് ഇപ്പോൾ TVK. അതിൽ അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പ് 32 പേരടങ്ങുന്ന ADMK MLA-മാർ TVK-ക്കൊപ്പം പോകണമെന്നൊരു നിലപാടെടുക്കുന്നുണ്ട്. അതിനെ EPS കടുത്ത വിമർശനം അതിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ TVK പിന്തുണയ്ക്കേണ്ട എന്നൊരു നിലപാട് ADMK കൈക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താകും, എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും വിജയന് സർക്കാർ? ഇത് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ വിജയ് നടത്തുക എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റു പാർട്ടികളുടെ, അതായത് 6 പാർട്ടികളുടെ, നേരത്തെ ഇപ്പോൾ നീലിമ സൂചിപ്പിച്ചിരുന്നല്ലോ, IUML-ന്റെ ഭാഗത്തു നിന്ന് പിന്തുണ ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും VCK, CPI, CPM എന്ന് പറയുന്ന 3 പാർട്ടികളുടെ 6 സീറ്റുകളുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഈ 113 എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ 112 പ്ലസ് 6 118, അത് തൊട്ടടുത്തെത്തും, സാങ്കേതികമായി എത്തും. അത് കറക്റ്റ് കേവല ഭൂരിപക്ഷത്തിലെത്തുകയും ചെയ്യും. എത്തിക്കാമെന്നാണ് പ്രതീക്ഷ. ഈ 2 ദിവസത്തിനുള്ളിൽ അത്തരത്തിലൊരു തീരുമാനം വരുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഗൗരവതരമായൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയിൽ ഇത് ഉണ്ടാക്കുന്ന ആഘാതം. അത് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടായി, ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ത്? ആ ലക്ഷ്യം തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല എന്നൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യമല്ല, മറിച്ച് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വിജയിക്കാനുള്ള ലക്ഷ്യം മാത്രമാണ്. ജയം ലക്ഷ്യമാക്കുന്ന, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ എണ്ണം തേക്കാനോ അല്ലെങ്കിൽ നിയമസഭകളിൽ എണ്ണം തേക്കാനുള്ള ഒരു സംവിധാനം മാത്രമായാണ് ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത്. അവർക്ക് തന്നെ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആശയപരമായി 2 ചേരിയിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഈ നീക്കമുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് DMK-യുടെ ഒപ്പം നിന്നിരുന്ന, DMK അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു, അധികാരമോഹികളുടെ പാർട്ടി, അധികാരമോഹികൾ ഇത്തരം ഒരു അതിക്രമണത്തിന് മുതിർന്നിരിക്കുന്നു, അല്ലെങ്കിൽ DMK-യെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. അത് വെറും അധികാരത്തിന് വേണ്ടി മാത്രമാണ്. ഇന്ത്യ മുന്നണി നിലകൊള്ളുന്നതും അധികാരത്തിന് വേണ്ടി മാത്രമാണ്. ഈ അധികാരം എന്ന് പറയുന്ന ആ ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു ഭൂതാവേശം കൂടിയത് അടിസ്ഥാനപരമായി ഈ താല്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ താല്പര്യമാണ്. കോൺഗ്രസിൻ്റെ ഈ സ്വഭാവമാണ് അധികാരത്തോടുള്ളൊരു അധികാരവും അധികാരത്തിലൂടെ അഴിമതിയും, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അധികാരത്തിലൂടെ നേടാൻ സാധിക്കുക അതൊക്കെ കോൺഗ്രസ് തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് നടപ്പാക്കുന്ന, കുടുംബാധിപത്യം നടപ്പാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അധികാരത്തിലൂടെ നേടുന്നൊരു സ്വഭാവം കോൺഗ്രസിന് കാലങ്ങളായുണ്ട്. അതിങ്ങനെ തുടർന്നു പോരുന്നുണ്ട്. അത് വീണ്ടും സാധ്യമാക്കുകയാണ്. സമയക്കുറവുകൊണ്ടാണ്. ഏതായാലും വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ കൈപ്പേറിയ ഒരു പൊളിറ്റിക്കൽ ഡൈവോഴ്സാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്. ഈ 22 വർഷത്തെ DMK-യുമായുള്ള ബന്ധം ഒരു അധികാരത്തിന് വേണ്ടി, 2 മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെ അടിയറ വയ്ക്കുന്ന കോൺഗ്രസിനെയാണ് കാണുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്.